എത്ര നാളെടുത്താലും നന്നായിട്ട് മാറുമെന്നാണ് ഞങ്ങളോട് അന്ന് പറഞ്ഞത്. ഓക്കെ. ഇത് വന്നു കഴിഞ്ഞാൽ ജീവൻ പോലും പോകുമെന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരുപാട് പേര് പറഞ്ഞു ഇത് വളരെ നല്ലതാണെന്ന്. അവരെ കണ്ടിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ പേഷ്യന്റ് ബന്ധുക്കളുണ്ട്. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ആദ്യത്തെ തവണയാണോ വരുന്നതെന്ന്. കൂടാതെ എന്ത് ക്യാൻസർ ആണെന്നോ അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിനെ പറ്റി ഇവരെങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് നമുക്ക് ഇവരുടെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സർ നമസ്കാരം. സാറിന്റെ പേര്? നമസ്കാരം. മൻസൂർ മാഡം. ഓക്കെ. പേഷ്യന്റ് ആരാണ്? എന്റെ അമ്മയാ. അമ്മയാണല്ലേ. അമ്മയുടെ പേരെന്താ? റസീദ ബീഗം എന്നാ. ഓക്കെ. എന്ത് ക്യാൻസർ ആണെന്നാ പറഞ്ഞത്? തൈറോയിഡ് ക്യാൻസർ. തൈറോയ്ഡ് ക്യാൻസർ. ഓക്കെ. അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? മാഡം ഒരു 60 ഉണ്ടാവും. 60 അല്ലേ. ഓക്കെ ഓക്കെ. ഈ തൈറോയ്ഡ് ക്യാൻസർ വന്നല്ലോ അമ്മയ്ക്ക്. അത് എങ്ങനെ കണ്ടുപിടിച്ചത്? ഹോസ്പിറ്റലിൽ പോയാൽ അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ആ. ബട്ട് നിങ്ങൾ എങ്ങനെ ഇത് കണ്ടുപിടിച്ചത് തൈറോയ്ഡ് ക്യാൻസർ ആണെന്ന്? ആക്ച്വലി 10 വർഷമായിട്ട് അമ്മയുടെ കഴുത്തിലൊരു മുഴയുണ്ടായിരുന്നു. ഉം. എങ്ങനെയാണെന്ന് അറിയില്ല. അത് ഓട്ടോമാറ്റിക് ആയിട്ട് പെട്ടെന്ന് തന്നെ Okay. ഡിക്രീസ് ആവുകയും ചെയ്തു. ഡോക്ടറെ അടുത്ത് പോയി അത് CT സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ അത് ഡിഫ്യൂസ് ആയെന്നാ പറഞ്ഞേ. അതുകൊണ്ട് ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞു. അഹമ്മദാബാദിൽ നിന്നാ വരുന്നത്. ഉം. അതിനുശേഷം വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവര് പേടിക്കൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ശരിയായിക്കോളൂന്നാ അവര് പറഞ്ഞു. സാർ ഒരു മുഴയുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ? തൈറോയിഡ് ഉണ്ടായിരുന്നു. തൈറോയ്ഡ് ആയിരുന്നു. തൈറോയിഡ് മൂലം വന്ന കൊണ്ടിട്ടാണോ അങ്ങനെ മുഴയത്. വന്നത്? മരുന്നുകളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ നിങ്ങൾക്ക് തൈറോയ്ഡ് ആണെന്ന് ആ, അതെ. മനസ്സിലായല്ലേ? അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് അത് തൈറോയിഡ് ആയിരുന്നു ആദ്യം. അതിനുശേഷമാണ് അത് തൈറോയിഡിൽ നിന്നും ക്യാൻസർ സെല്ലിലേക്ക് ആയത്. ഉം. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നും ഇനി അങ്ങോട്ട് എത്ര നാളായാലും അത് ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഓക്കെ. ഇപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്താണ് ഡോക്ടർ പറഞ്ഞത്? അങ്ങനെയൊന്നും പറഞ്ഞില്ല മാഡം. വീട്ടിലേക്ക് കൊണ്ടുപോകണം പറഞ്ഞു. ഒന്നും പറഞ്ഞില്ലേ ഡോക്ടർ? കീമോ റേഡിയേഷൻ ഇല്ല, ഒന്നും വേണമെന്നൊന്നും പറഞ്ഞില്ല. പറഞ്ഞില്ല? ഇത് ഡിഫ്യൂസ് ആയി ഇനിയും വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അമ്മ മരിച്ചു പോകുന്നാ പറഞ്ഞു. സാർ ഈ ഒരു മുഴ വന്നതിന് ശേഷം എന്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് തോന്നിയത്? ഡിഫ്യൂസ് ആയപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് പ്രശ്നമുണ്ടായി. ഉം. 10-20 ദിവസമായിട്ട് അമ്മയ്ക്കൊന്നും കഴിക്കാനോ കുടിക്കാനോ ഒന്നും പറ്റാതെയായി. അങ്ങനെ ക്ഷീണിച്ചു. സാറിന്റെ അമ്മയ്ക്ക് തൈറോയ്ഡ് എത്ര നാളായിട്ടുണ്ട്? 10 വർഷമായി. 10 ഇയേഴ്സ് ആയിട്ടുണ്ടല്ലേ. ഓക്കെ. സോ അപ്പൊ അമ്മ മരുന്ന് എടുക്കുന്നുണ്ടായിരുന്നല്ലേ? ഇല്ല. പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിനെ പറ്റി സാർ എങ്ങനെയാ അറിഞ്ഞത്? ഞങ്ങളത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ടതാ. ഓക്കെ ഒരുപാട് പേരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് ഇത് വളരെ നല്ലതാണെന്നാ. അവര് പറഞ്ഞ അനുസരിച്ചാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഓക്കെ. യൂട്യൂബിൽ കണ്ടതല്ലാതെ ഇവിടെയുള്ള പേഷ്യൻസിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നോ സാർ? ആരോടെങ്കിലും ചോദിച്ചിരുന്നോ ഇവിടുത്തെ ചികിത്സയെ പറ്റിയൊക്കെ? ചോദിച്ചു. അപ്പൊ എല്ലാരും ആദ്യമായിട്ട് വരുന്നാന്ന് പറഞ്ഞു. ഓക്കെ. സാർ മെഡിസിൻ വാങ്ങിച്ചോളൂ. അസുഖം ഭേദമായതിനു ശേഷം നമുക്ക് നെക്സ്റ്റ് Okay, വീഡിയോയിൽ madam. വീണ്ടും കാണാം. അമ്മയ്ക്ക് അസുഖം ഭേദമാവട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ശരി താങ്ക് ശരി യു. മാഡം. താങ്ക് യു.